മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് കുറെ നാളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് അസൈൻമെന്റ് ഒക്കെ കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ വീണ്ടും പുറത്തേട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പൊ നമുക്കിന്ന് പുതിയൊരു അതിഥി ഉണ്ട്. ഇവിടെ നിതിൻ ചേട്ടൻ. ഇതാണ് നമ്മുടെ നിതിൻ ചേട്ടൻ. ചേട്ടന്റെ വീടും സ്ഥലമൊക്കെ പറയും. ന്യൂ അറൈവലാണ്. ഇവിടെ എത്തിയിട്ട് ഒരു മാസം തികഞ്ഞാലും പക്ഷെ ചേട്ടൻ ഓക്കെ തിരിച്ചു പോവാണ് ഗൈസ്. നമ്മൾ പറയുന്ന ഒരാള് എന്തൊക്കെയാ പറയുന്നുണ്ട്, ആളുകളെ കാണിച്ചു തരാം. ഇവരും നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇത് ആദിലേട്ടൻ. ചേട്ടനാണ് ഇന്നത്തെ എന്റെ വ്ലോഗൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഡോണ ചേച്ചി. ഡോണ ചേച്ചി എവിടെ നിന്നാ വരുന്നത്? പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പൊ ചേച്ചി ജൂലൈ ഇൻടേക്ക് ആണ്. പക്ഷെ ആദിലേട്ടൻ ഫെബ്രുവരി ഇൻടേക്ക് ആണ്. വലിയേട്ടനും നമ്മുടെ വഴികാട്ടി. ഒരാളും കൂടെ അല്ലേ വരാനുള്ളൂ. ഒരാളും കൂടെ വരാൻ. അപ്പൊ നമുക്കിപ്പം നമ്മളെങ്ങോട്ടാ പോകുന്നത്? അഡ്വഞ്ചർ. എവിടെയായിട്ടാ പോകുന്നത്? അപ്പൊ നമ്മുടെ ചേട്ടന്റെ നേതൃത്വത്തിലാണ് നമ്മളവിടെ പോകുന്നത്. ചേട്ടാ ഇവിടെ ഒന്ന് വരാമോ? പറയൂ. എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഏതൊക്കെ കാട്ടിട്ടാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച പോയതാണ്. ഞങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത് പോയതാണ്. എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി. ഞങ്ങളൊരു 19 കിലോമീറ്റർ നടന്നപ്പോ അതെ. ഇന്ന് ക്ലോസ് ആവുമ്പോൾ നമുക്ക് കണ്ടറിയാം. ഇല്ല, ഇന്ന് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇന്ന് ഓപ്പണാണ്. എന്തരോ എന്തോ ഞങ്ങളൊന്നും ഇല്ലാതെ അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇന്നിപ്പോ ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാണ്. കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ ഓഫ്ലൈനിലേക്ക് പോവാണ് ഗൈസ്. ഇനി ഓഫ്ലൈനിലുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നിതിൻ ചേട്ടൻ. ഗൈസ് അടുത്തതായി നമ്മുടെ അടുത്ത ആള് വന്നത് അഞ്ജലി ചേച്ചി തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ എല്ലാരും എത്തി. ഇവരെല്ലാരുമാണ് നമ്മളപ്പോ. അപ്പൊ ബസ് കയറാനുള്ള പ്ലാനിങ്ങിൽ ഇവരെല്ലാരും ഇവിടെ നിന്നൊക്കെ. പക്ഷെ ഇവിടെ എന്തോ ഭാവിച്ച കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ബസ് എത്ര മണിക്കാ? ഇപ്പൊ സമയം ഇവിടെ 10:54. അപ്പൊ 10:54. ഇപ്പൊ തന്നെ ബസ് നമ്മുടെ ബസ്സാന്ന് അങ്ങനെ വന്നോണ്ടിരിക്കണം. ചേട്ടാ അത് കാണിച്ചു കൊടുക്കും. സോറി ഗൈസ്, അത് ഞങ്ങളുടെ ബസ് അല്ലായിരുന്നു. ചേട്ടൻ പറ്റിച്ചു നമ്മളെ. പറ്റിച്ചു, ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. നിതിൻ ചേട്ടനല്ല ഗൈസ്. അപ്പൊ നമ്മുടെ ബസ് വന്നോണ്ടിരിക്കുകയാണ്. പറഞ്ഞു പഠിച്ചോന്നല്ല കേട്ടോ, അല്ല പഠിപ്പിച്ച് പറഞ്ഞോന്നല്ല. ഇതിപ്പം ഒറിജിനലായിട്ടാണ് ബസ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ബസ് കയറാൻ വേണ്ടിട്ട് ഇവിടെ ആദ്യം വന്ന് നിൽക്കുകയാണ് നമ്മുടെ ആദിലേട്ടൻ. സെക്കൻഡ് ആര്യം വന്നു. അപ്പൊ ആ വന്നോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബസ്. എവിടെ നിർത്തും നോക്കാം. അഞ്ജലി ചേച്ചി കൈയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിർത്തുവോ? ആദിലേട്ടൻ ഇവിടെ നിന്ന് കൈ കാണിച്ചായിരുന്നോ? ഇവിടെ നിന്ന് കൈ കാണിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ബസ്. ഓർബിറ്ററിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബസ്സിന്റെ അകത്ത് എൻട്രി ചെയ്തു. എല്ലാരും 6 പേരുള്ളതുകൊണ്ട് നമുക്ക് പെയർ അടിച്ചു പോകാം. അപ്പൊ നമ്മള് ഞാനും കിട്ടും, നിതിൻ ചേട്ടൻ, ആദിലേട്ടൻ, ഡോണ ചേച്ചി ആൻഡ് നമ്മുടെ അഞ്ജലി. ഫ്രണ്ടില് ഇവിടെ എത്ര സീറ്റ് ഉണ്ടടി? 5. അപ്പൊ 6 പേരുള്ളതുകൊണ്ട് ഇവർ രണ്ടും പിന്നെ ഒരു തവണ്ടല്ലോ നിർത്തി വരുന്നുണ്ട്. അഞ്ജലി ചേച്ചിക്ക് എന്തോ പറയാനുള്ളതാണ് പറയുന്നത്. ചേച്ചി പറയേ ചേച്ചി. അതെ, പറയേച്ചി. അപ്പൊ യഥാർത്ഥമായിട്ട് എന്താ ചേച്ചി പറഞ്ഞത്? പറഞ്ഞോ. ഏത് പോയിനാ വേണ്ട? താല്പര്യമുള്ളവർ കമന്റ്. ഇതൊക്കെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അതെ കമന്റ് ബിലോ. ഡോണ ചേച്ചി വരനെ തേടുന്നു, അതുപോലെ അഞ്ജലി ചേച്ചി. പിന്നെ നിങ്ങൾ എന്നെ പറ്റിയൊക്കെ പറയാം ചേച്ചി. ചേച്ചിക്ക് ഭയങ്കര ഇതായിട്ട് ത്വരയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അറിയില്ല ചേച്ചി, തുടച്ചേരാവോ? അപ്പൊ നമുക്ക് ചേട്ടന്മാരുടെ സങ്കല്പം ചോദിക്കാൻ ചേച്ചിമാരെ സമ്മതിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ സങ്കല്പം എങ്ങനെയാണ് ചേട്ടാ? പരസ്യമായ ഒരു രഹസ്യമാണ്. ഇവിടെ എല്ലാരും ട്രക്കിങ്ങിനല്ല ശരിക്കും പോകുന്നത്. അവരവരുടെ സ്പോർട്സിനെ. അതെ, സത്യം സത്യം. എന്താണ് ചേച്ചി ഇത്? ചേച്ചി ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടുപിടിച്ചു കഴിഞ്ഞു.
ആ ഡ്രൈവറേട്ടനെ ഇഷ്ടപ്പെട്ടെന്നാണോ? അല്ല അതെന്റെ ടേസ്റ്റ് അല്ല, ഇവര് രണ്ടുപേരുടെ ടേസ്റ്റ് ആണ്. അതല്ല ഇനി ആദിലേട്ടന്റെ സങ്കല്പം പറ. സങ്കല്പത്തിലുള്ള പെണ്ണിനെ കണ്ടുപിടിച്ചു. ഓ അപ്പൊ സോറി ഗായ്സ്, ആദിലേട്ടൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. ആദിലേട്ടൻ നോക്കാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യരുത്. ഓൾറെഡി കമ്മിറ്റഡ് ആണ്. So don't commit. അതെ. കുട്ടുവിനോ ആയിരിക്കും? അവളെ നോക്കുന്നില്ലെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ചേച്ചി. എല്ലാരും ക്രഷ് ആണ് ചേച്ചി. എല്ലാരും ക്രഷ് ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടല്ലോ? കൊറിയൻ പോയോ ഫ്രണ്ട്സ്? അയ്യോ അങ്ങനെയൊന്നുമില്ല. കൊറിയൻ സ്പാനിഷ് പച്ചക്കള്ളൊക്കെ പറയുന്നത് ദൈവമേ ഇവരൊക്കെ അല്ല, അവന്തിക്ക് കോളേജിൽ ആരുണ്ട് ഞാൻ കണ്ടായിരുന്നു. യൂനോ എന്റെ കുടുംബം കലക്കും. എന്താണ് നിനക്കൊരു നിനക്ക് ഇനി പറയുമ്പോൾ സന്തോഷമില്ലല്ലോ. തള്ളുന്നാണ് ഒത്തിരി ക്രഷുകളുണ്ട് ഗൈസ്. അവിടെ ഇരുന്ന് അവര് കൃഷിക്കുന്നുണ്ട്. അമ്മേ തള്ളി പറിക്കുക ഗൈസ്. എന്റെ വ്ളോഗിൽ വന്നിട്ട് എന്നെ തന്നെ ഇവരിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ഷമ വരും. എന്തായാലും ഒരുപാട് ക്രഷുകൾ ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. ചേട്ടൻ എന്താ പറയുന്നത്? എന്താ എനിക്ക് തോന്നുന്നില്ല. ആകെ കൂടി 6 പേരുണ്ട്. അത് നമ്മളെയും പുറത്തായി കഴിഞ്ഞാൽ ഡ്രൈവറേട്ടൻ ഒരു മലയാളി. ഈ സിറ്റിയിലെ മുഴുവൻ കുരിപ്പുകൾ ഇവിടെ ഉണ്ട്. പറഞ്ഞു ചേച്ചി, ഞാൻ പറയുന്നത് ഈ സിറ്റിയിലെ മുഴുവൻ കുരിപ്പുകൾ ഇവിടെ കളിക്കുന്നുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അതെ, കുഞ്ഞു കുരിപ്പുകൾ. അപ്പോൾ ഞങ്ങൾ പോകണ വഴിക്ക് കുറേ വീടുകളൊക്കെ കണ്ടു. നല്ല രസമാണ് ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ. താങ്ക് യു. നടക്കാനുള്ളതാണ് നമ്മുടെ. അപ്പൊ ഇവിടെ നല്ല ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. നല്ല രസമുണ്ട് സ്ഥലങ്ങളൊക്കെ. എന്ത് രമണീയമായ ഉണ്ടോ ഗൈസ്? നല്ല രസമില്ല ഈ സ്ഥലമൊക്കെ കാണാൻ. നമുക്ക് എത്ര കിലോമീറ്റർ ആയിട്ട് നടക്കാനുള്ള? ജസ്റ്റ് 3 കിലോമീറ്റേഴ്സ്. നാട്ടില് എത്ര കിലോമീറ്റർ ആയിട്ട്? അത് 1 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഇവിടെ 3 കിലോമീറ്റർ. അങ്ങനെയാണ്. അതെ ഞങ്ങൾക്ക് നല്ല സൂപ്പർ ഗൈഡിലാണ് കിട്ടിയേക്കുന്നത്. എങ്ങനെയാണ് എങ്ങനെയാ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. നാട്ടില് 3 കിലോമീറ്റർ അല്ല, നാട്ടില് 1 കിലോമീറ്റർ, ഇവിടുത്തെ 3 കിലോമീറ്റർ. അതെങ്ങനെയാണ് ചേട്ടൻ അറിഞ്ഞത് അതിനെ പറ്റി? അത് ഇപ്പൊ പെട്ട അവസ്ഥയോണ്ടാണ് അറിഞ്ഞത്. അപ്പൊ നമ്മള് ഒരു മത്സരം വെക്കാൻ പോവാണ്. ആദ്യം ആരാണ് പാർക്കിൽ എത്താൻ പോകുന്നതെന്ന്. ചേട്ടാ ഓക്കെ അവിടെയല്ലേ? അപ്പൊ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ മത്സരത്തിന്. ഇവര് 3 പേര് ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഫസ്റ്റ് എത്തി ഗൈസ്. ഞങ്ങൾ 2 പേര് ഫസ്റ്റ് എത്തി. പക്ഷെ അഞ്ജലി ചേച്ചി തോറ്റുപോയി ഗൈസ്. അവരവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് എത്തി. അപ്പൊ അഞ്ജലി ചേച്ചി പാവം ഞങ്ങളുടെ കൂടെ കളിച്ച് തോറ്റുപോയതുകൊണ്ട് ചേച്ചി നൈസായിട്ട് അവരുടെ കൂടെ കയറിയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് ഓടിയില്ലെന്ന് അറിയിക്കാനാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. ചേച്ചി ശരിക്കും തോറ്റുപോയി ഗൈസ്. അഞ്ജലി ചേച്ചിനെ കാണിച്ചു. ചേച്ചി തോറ്റുപോയി ഗൈസ്. അഞ്ജലി ചേച്ചി ടിയറുള്ള ആരെങ്കിലും കണ്ണിപ്പെട്ട് കണ്ണിപ്പെടണമെങ്കിൽ കണ്ണട ആദ്യം അവിടെ കേബിൾ കാർ വഴി നമുക്ക് കയറി പോവാം. പക്ഷെ $40 ലാഭിക്കുക, പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് കൂട്ടുക എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് നടന്നു കയറണം. ഇതേ അങ്ങ് ദൂരെ കാണുന്ന സ്ഥലം. കറക്റ്റ് അല്ലേ സുഭാഷേ? ഞങ്ങൾ വിചാരിച്ചു അഞ്ജലി ചേച്ചി ആയിരിക്കും സുഭാഷായിട്ട് പോകുന്നത്. കുട്ടാടനാണോ? അപ്പൊ സുഭാഷ് ഡോണ ചേച്ചി സലീംകുമാറിന്റെ മോനെ. എനിക്കാണത് പറയാൻ വരാതെ സുഭാഷ് പോയി. അതിലേട്ടൻ അഞ്ജലി ചേച്ചി ഇപ്പൊ മത്സരത്തിലാന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അത് ക്വിറ്റ് ചെയ്തു. ഞാൻ എത്ര വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഹായ്, ഞങ്ങൾ ട്വിന്നിങ് ആയിട്ടുണ്ടല്ലോ ഇതൊക്കെ വെച്ചിട്ട്. ഞാൻ സുന്ദരിയായിട്ടുണ്ടോ? വിശന്നിരുന്ന ഞങ്ങക്ക് എന്താട്ടത് ബണ്ണും അതിനകത്ത് കട്ട്ലറ്റൊക്കെ വെച്ച് സൂപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും കഴിക്കാത്ത ഞാനും ഡോണ ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ല. ഒരു സാധനവും കഴിക്കാണ്ട് ഹൈക്കിങ് ഇറങ്ങിക്ക, എന്താ പറയാ. സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷെ ചേച്ചി ഇപ്പോഴാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന സത്യം അറിഞ്ഞത്. ഓക്ലൻഡിൽ പോകുന്നത് എന്റെ 1 മാസത്തെ ക്രൈസിസ് ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ചേട്ടന്റെ കൂടെയുള്ള ലാസ്റ്റ് ട്രിപ്പാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ച് മുന്നെയാണ് അറിഞ്ഞത്. എനിക്ക് അറിയത്തില്ല, എനിക്ക് ഭയങ്കര വിഷമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കരയാനൊന്നും പറ്റില്ലെന്ന് വെച്ച് നമ്മള് എവിടേക്കോ എത്തി. എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ല. അതിലേട്ടാ എവിടെ എത്തി നമ്മള്? വേറൊരാൾക്ക് ഇട്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ആള്. കിട്ടി. ആൻഡ് ഫൈനലി അങ്ങനെ അഞ്ജലി ചേച്ചിയുടെ വരനെ കിട്ടി ഗൈസ്. അഞ്ജലി ചേച്ചിയെ മോന്തോന്ന് കാണിച്ച് അതിലോട്ട് അച്ഛന് ഫ്രെയിം ചെയ്ത് മാറങ്ങോട്ട്. അഞ്ജലി ചേച്ചി
നാണം വന്നിട്ടോ നാണം വന്നിട്ടോ. അപ്പൊ നിങ്ങളുടെ ടെക്നിക്ക് മനസ്സിലായി. ചേച്ചി നൈസോട് നമ്മുടെ വീട്ടിൽ എടുക്കുന്നത് നിങ്ങളിത് നമ്മുടെ ഒരു ഇപ്പൊ എന്താ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു കുരിപ്പ് അവിടെ നിന്ന് സൈക്കിൾ ഓടിച്ചിട്ടുണ്ടോ നിങ്ങൾ വരുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഒരു വിഷയം അയ്യോ അവൻ നമ്മളെ പറ്റിച്ച് അതുവഴി പോയി. അപ്പൊ ഇപ്പൊ ഫൈനലി നമ്മള് എത്തിയിരിക്കുകയാണ് ആഫ്റ്റർ എ ലോങ് വാക്ക്. ക്ഷീണിച്ചോ? എല്ലാവരുടെയും അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ട്രിപ്പ്. ഞാൻ കോർഡിനേറ്റ് ചെയ്തോണ്ടാന്ന് പറയാനുള്ള പക്ഷെ ചേട്ടാ മാത്രമേ ഈ കാര്യം പറയത്തുള്ളൂ, വേറെ ആരും ഒന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോണ ചേച്ചിയോട് നമുക്ക് ചോദിച്ചാൽ വ്യക്തമായിട്ട് ഉത്തരം അറിയാം. ഡോണ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? വാക്കുകൾക്ക് അതീതമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കേബിളിൽ കൂടി പൊക്കോണ്ടിരിക്കുന്ന ചെയറിൽ കൂടിയാണ് നമ്മളപ്പോൾ ഇനി കയറി പോകാൻ പോകുന്നത്. നമുക്ക് പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ $40 എന്തോ കൊടുക്കണം. ഇവിടെ നമ്മൾ ഹൈക്ക് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ളൊരു ഇതുണ്ട്. ഫ്രീ ആണല്ലോ. ഫ്രീ ആണോ? ഞാൻ എന്റെ ആയുധം ഇവിടെ ഉപേക്ഷിക്കാണ്. ഭയങ്കര വെയിലാണ് ഗൈസ് ഇവിടെ, നമുക്ക് പറ്റുന്നില്ല. ഡോണ ചേച്ചി ഇവിടെ ശരിക്കും ചത്തു കേട്ടോ. കാരണം ചേച്ചി ഇത്രയും പ്രതീക്ഷയില്ല അല്ലേ? ഇത്രയും നടക്കുന്ന ചേച്ചി പ്രതീക്ഷയില്ല. പക്ഷെ അപ്പോൾ ഇതിലാണ് നമ്മളിനി കയറി അപ്പുറത്തെത്താൻ പോകുന്നത്. നമ്മുടെ സംഭവം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? കേറിയതിന്റെ ബുദ്ധിമുട്ട് അവിടെ ചെന്നപ്പോഴേക്കും മാറി. അത്ര സത്യം. ചേച്ചിയോടാണ് ശരിക്കും ചോദിക്കേണ്ടത്. അഞ്ജലി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ഇവര് രണ്ടുപേരും വേറെ കേട്ടോ, ഞങ്ങൾ നല്ലവരായിരുന്നു ഒരുമിച്ച് തന്നെ. ഇനി അതിലേട്ടനോടും കൂടി ചോദിക്കാം. അതിലേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഇത്ര നേരം ഞങ്ങള് ചേട്ടൻ ആദ്യം ഞങ്ങളോട് വന്നു ചോദിച്ചു. ഇത്ര നേരം ഞങ്ങൾ നടത്തി ബുദ്ധിമുട്ടിച്ചിട്ട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ? എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ വേണ്ടി വന്നു നിനക്ക്. അതെ അതെ. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ ഇങ്ങനെ തീർന്നു. നമ്മള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, കാലൊക്കെ വേദന എടുത്തിട്ട് നമ്മളിങ്ങനെ ബസ്സിലിരിക്കുകയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. എവിടെയായിട്ടാ പോകുന്നത്? എന്തോ എല്ലാം ശോകമായിട്ട് പറയുന്നത് ചത്തു ബേസ്. അതല്ല ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ക്ഷീണിച്ചു, അതുകൊണ്ട് വയ്യ. ഡോണ ചേച്ചിക്കൊന്നും ഒട്ടും ഓണാവാനായിട്ട് ബിരിയാണി അടിച്ചു കയറ്റുക, വേറെ ഒക്കെയല്ല. അതെ അതെ. അഫ്ഗാൻ റെസ്റ്റോറന്റോ? അപ്പൊ നമ്മൾ അവിടെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കണേ ഞങ്ങൾ കാണിച്ചിട്ട് ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ മടുത്ത്. അപ്പൊ ഗായ്സ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. ഭയങ്കര ക്യൂ ആണ്. ചേട്ടൻ കാണിക്കുന്ന മൊത്തം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫുഡ് ഇവിടെ വന്നു. ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ്, നമ്മൾ കയറിയ റെസ്റ്റോറന്റ്. എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഫുഡ് വന്ന് ഫുഡിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. എല്ലാം കാലിയാക്കി പാഴ്സൽ വരെ വീട്ടിൽ എന്തേട്ടാ ഓക്കെ പാഴ്സലും ആക്കി നമ്മളപ്പം എല്ലാരും കഴിഞ്ഞു, വീട്ടിൽ പോവാണ്. നിതിൻ ചേട്ടാ ബൈ. അപ്പൊ ഓക്കെ ബൈ ബൈ ഗൈസ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.